ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഉലാൻസി ഫ്ലെക്സി ട്രൈപ്പോഡാണ്. ആമസോണിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. ഇതിനൊരു 1800 രൂപ അടുപ്പിച്ച് വരും. ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. ബബിൾ റാപ്പ് ചെയ്താണ് ഇത് ആമസോണിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഇത് പുറത്തെടുത്ത് നോക്കുമ്പോൾ നല്ല കവറിങ്ങും പാക്കേജിങ്ങുമാണ് നമുക്കിതിന് കാണാൻ സാധിക്കുന്നത്. റെഡ് ബ്ലാക്ക് കവറിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മെറ്റൽ ബോഡിയുടെ കളറും ബ്ലാക്കാണ്. അതിൻ്റെ ഹെഡിൻ്റെ നെക്ക് മാത്രം നമുക്ക് കുറച്ച് റെഡ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഹെഡ് 2-in-1 ക്ലിപ്പ് കൂടിയാണ് വരുന്നത്. ഇത് നമുക്ക് ക്യാമറയോട് കൂടിയും അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹെഡ് ഉള്ളത്. അതിൻ്റെ ഹെഡ് സെപ്പറേറ്റ് വാങ്ങാൻ ലഭിക്കുന്നത് 800 രൂപ അടുപ്പിച്ച് വരും. ആമസോണിൽ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ ഇത് കവറിൻ്റെ പുറത്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ലെഗുകൾക്കകത്ത് അലൂമിനിയം കോർ ഉണ്ട്. അത് വളരെ ഫ്ലെക്സിബിളാണ്, എന്നാൽ റിജിഡുമാണ്. നമ്മൾ ഒരിടത്ത് കൊളുത്തി വെച്ചാൽ അത് അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നതായിരിക്കും. അത്യാവശ്യം ബലവും അതിൻ്റെ കാലുകൾക്ക് താങ്ങാൻ സാധിക്കും. ഇതിൻ്റെ മുകളിൽ നമുക്ക് DSLR ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ, LED ലൈറ്റ് എന്നിവ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷനുണ്ട്. ഉലാൻസി MT-11 എന്നാണ് ഈ മോഡലിൻ്റെ പേര്. വാട്ടർ ലെവൽ കാണിക്കുന്ന മീറ്റർ ബാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നെക്ക് റൊട്ടേറ്റ് ചെയ്യാനാണ് ഈ ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്. ലാൻഡ്സ്കേപ്പ് മോഡലും പോർട്രേറ്റ് മോഡലൊക്കെ നമുക്ക് ക്യാമറ, സ്മാർട്ട് ഫോൺ എന്നിവ റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ലെഗിന് 1 അടിയോളം നീളമാണുള്ളത്. ബോട്ടത്തിലും അതിൻ്റെ ഹാൻഡിലും ഒക്കെ ഒരു ടെക്സ്ചർ ഗ്രിപ്പ് നൽകിയിട്ടുണ്ട്. ലെഗുകൾ അലൂമിനിയം കോർ ഉള്ളതിനാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ബെൻഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ആ പൊസിഷനിൽ വിൻഡിൻ്റെ എഫക്റ്റ് ഉണ്ടെങ്കിലും അത് വെയിറ്റ് കാരണം നിൽക്കുന്നതായിരിക്കും. ഈ 2-in-1 ക്ലിപ്പ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിക്കുക, എന്നിട്ട് ഉയർത്തുക. ഇപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിലുള്ള ഹോൾഡറിൽ നമുക്ക് മൈക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. മൈക്രോഫോണാണ് ഇപ്പോൾ ഇതിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു റിവ്യൂമായി പിന്നൊരിക്കൽ കാണാം. ബൈ.